പറയുന്ന പോലത്തെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്തൊരു സമയമാണ്. അന്ന് ഞങ്ങളെ വിശ്വസിച്ച് സിനിമ ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് കാലം മുന്നോട്ട് പോയി, ഞങ്ങൾ സിനിമകൾ ചെയ്തു, ദൈവം അനുഗ്രഹിച്ച് അതിൽ ഹിറ്റുകൾ ഉണ്ടാവുന്നു. ഇന്ന് 15 കോടി രൂപ മുതൽ മുടക്കിലാണ് സുമതി വളരെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വലിയ അവകാശവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ഒരു ചെറിയ സിനിമ തന്നെയാണ് സുമതിയുള്ളത്. പക്ഷെ ഞങ്ങളുടെ കഴിവിന്റെ അങ്ങേയറ്റം എഫോർട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് കൂടെ നിന്ന ഒരു വലിയ ക്രൂ ഇവിടെയുണ്ട്. ഇതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇതിന് പുറത്തുമുണ്ട്. അവർക്ക് പലർക്കും ഇതിനോട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഞങ്ങളുടെ ഒരു ലക്കി ചാമ്പ് ഇവിടെ ഉണ്ട്, സൈജു ചേട്ടൻ. ഞങ്ങളുടെ എല്ലാ സിനിമയിലും കാരണം മാളികപ്പുറം നമ്മൾ തുടങ്ങിയ ബന്ധമാണ്. മാളികപ്പുറമായാലും ആനന്ദ് ശ്രീപാലയായാലും ഇപ്പൊ സുമതിയോളവും അടുത്ത സിനിമയിലും എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം സൈജു ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ഭാഗമാണ്. അതേപോലെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ എല്ലാ സിനിമയിലുള്ള ഒരാൾ എന്നോട് എത്താൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്. അപ്പം മാളികപ്പുറം ടീം നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന അടുത്ത സിനിമ എന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയുന്നു, തിയേറ്ററിൽ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള എന്തൊക്കെയോ ഞങ്ങൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരിക്കലും വിഷമത്തിൽ ഇറങ്ങി കൊണ്ട് വരില്ല. കുറെ ചിരിക്കാനും കുറച്ച് പേടിക്കാനുള്ള ഒരു സിനിമയാണ് സുമതിയുള്ളത്. ഈ സുമതി ആരാന്നറിയോ? കേട്ടിട്ടുണ്ടോ? സുമതിയുള്ള സ്ഥലം തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം യക്ഷിയാണ് സുമതിയുള്ളത്. ആ യക്ഷിനെ ഞങ്ങള് കേരളത്തിന്റെ സ്വന്തം യക്ഷിയാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ സിനിമയില് സുമതിയോട് ശരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു യക്ഷിയാണ് സുമതി. ഇതിൽ ആരാണ് സുമതി എന്നൊരു ചോദ്യമുണ്ട്. ഇതല്ലാതെ കുറച്ച് യക്ഷികൾ പുറത്തുണ്ട്, കുറച്ച് നായകന്മാരുടെ പുറത്തുണ്ട്. അതിലാരോ ഒരാളായിരിക്കാം സുമതി. അത് ഈ മെയ് മാസം തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ വന്ന് കാണും. ഉറപ്പായിട്ടും അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് ഞങ്ങളൊരു സസ്പെൻസ് സിനിമയുടെ അവസാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ കണ്ടിറങ്ങിയിട്ട് നിങ്ങളത് തീരുമാനിക്കുക. പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയാസിനോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നീലക്കുയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഇവിടെ വീഡിയോസ് ഇന്നലെ പോലെ എനിക്ക് മനസ്സിലാകും. കേരളത്തിൽ ഇത്ര ബ്രാഞ്ച് ഉണ്ടോ കേരളത്തില്? ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് ചെന്ന് ഹോട്ടലിലേക്ക് ഇറങ്ങി ഞാൻ അകത്ത് ചെല്ലുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു, അഭിലാഷ് പിള്ള തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയത് കണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നാലും നന്നായി, ഒരു വലിയ ബ്രാഞ്ചായിട്ട് വളരട്ടെ. എല്ലാ മീഡിയാസും നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് സംസാരിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ ചോറ്റാനിക്കരക്കാരുടെ സപ്പോർട്ട് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തരില്ലേ? ഗുഡ് ഈവനിങ് എവരിവൺ. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബാക്കിയും ഇംഗ്ലീഷിൽ തൊട്ടിടൊന്ന് പ്രതീക്ഷിക്കണ്ട. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ചോറ്റാനിക്കരയായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. ചോറ്റാനിക്കര അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അതല്ല അടുപ്പം. ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള അന്നാണ് ഞാൻ ജനിച്ചത്. ഞാൻ ചോറ്റാനിക്കര അമ്മയുടെ നാള് തന്നെയാണ് എൻ്റെ നാള്, മകമാണ്. മകം തൊഴിൽ എത്ര മണിക്ക് അഭിലാഷ്? 1:30 2 മണിക്ക്? 2 മണി. 2 മണിക്കാണ് ഞാൻ ജനിച്ചത്. കറക്റ്റ് ഇവിടെ മകം തൊഴിലിന് വേണ്ടിയിട്ട് നട തുറക്കുമ്പോഴത്തേക്കും ചേർത്തലയിലൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജനിച്ചു. അപ്പോൾ പണ്ട് തൊട്ടേ അമ്മ പറയുമായിരുന്നു, എടാ നീ മര്യാദക്കൊക്കെ പഠിച്ച് വലിയ ആളാകണം. അല്ല, വലിയ ആൾ നീ എന്തായാലും ആകും. എന്ന് വെച്ചാൽ നീ ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള ചോറ്റാനിക്കര അമ്മയുടെ നാളാണ്, അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ്. അതുകൊണ്ട് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്താൽ നീ വലിയ നിലയിലെത്തുമെന്ന് പറയുമായിരുന്നു. ഞാൻ പഠിച്ചു കേട്ടോ. ഞാനങ്ങനെ ഉഴപ്പൊന്നുമില്ല, ചെറിയ ഉഴപ്പൊക്കെ അല്ലാണ്ട് വലുതായിട്ട് ഉഴപ്പാണ്ട് ഞാൻ ഒരു എഞ്ചിനീയറായി. പക്ഷെ എനിക്ക് എന്നും ഫേമസ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനപ്പം അത്യാവശ്യം ടെന്നീസ് ബോളൊക്കെ വെച്ച് ക്രിക്കറ്റൊക്കെ അത്യാവശ്യം കളിക്കുമായിരുന്നു. ഞാൻ ഓർത്തത് അതായത് 17 വയസ്സാകുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നത് ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് ഞാൻ പൊട്ടിക്കും. ഇപ്പൊ നമ്മുടെ വൈഭവ് സൂര്യവംശി അറിയാമോ? കുറെ പേർക്ക് അറിയില്ലല്ലേ. IPL കൂടെ കുറെ പേര് ഫോളോ ചെയ്യുന്നില്ല. IPL ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നതാണ്. എന്ന അടിയ എന്റെ ദൈവമേ! 6 എന്നൊക്കെ പറഞ്ഞ ഇശാന്ത് ശർമ്മയെ പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബോളറിനെയൊക്കെ 1 അടിയായിരുന്നു. അപ്പൊ നമസ്കാരം. യൂഷ്വലി എനിക്ക് ക്രൗഡ് ഭയങ്കര പേടിയാണ്, പക്ഷെ പേടിയുണ്ട്. പക്ഷെ ഈ ഒരു എനർജി കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ
വളരെ സന്തോഷം പ്രകാര 2025 ഭാഗമാകാൻ പറ്റിയതും ഞങ്ങളുടെ സിനിമ വിശേഷങ്ങൾ പറയാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. നിങ്ങൾ ഈ ഒരു എനർജിയിൽ തന്നെ ഇതേ ഒരു ഓളത്തിൽ തന്നെ തിയേറ്ററിൽ കയറും, ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും തിയേറ്ററിൽ കയറി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫിൽ എനിക്ക് ഡ്രാമ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും യൂണിറ്റി എന്താണ്, എനർജി എന്താണ്, ഇങ്ങനത്തെ ഒരു അങ്ങോട്ടും പറയാതെ ഞാനിങ്ങനെ നിർമ്മിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല, ശരിക്കും നീ മിസ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് എന്താണ് മിസ് ചെയ്യുന്നത് മനസ്സിലായത്. സോ ഹാപ്പി ടു സീ യുവർ എനർജി. ആൻഡ് സുമതിയോട് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം നിങ്ങൾക്കൊക്കെ ഞാൻ അറിയുന്നത് ഡാൻസർ ആയിട്ടായിരിക്കും. അപ്പോൾ തുടക്കമാണ്, അതും ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂണിറ്റിയും എനർജിയും കണ്ടിട്ടാണ്. ആൻഡ് ഇതേ എനർജിയിൽ നിങ്ങൾ എല്ലാവരും സുമതിയോടൊപ്പം അത്രയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസം തോന്നി. താങ്ക് യു. നമസ്കാരം. എനിക്ക് അങ്ങനെ ആൾക്കാരെ കണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ജോ എനിക്ക് ഒരുക്കി കാരണം കുറേ പേര് അതിനാണ് സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ മുന്നേയും പടം ചേർത്തിട്ടുണ്ട്, പക്ഷെ ആർക്കും അങ്ങനെ അറിയില്ല. സോ അതിന് കൂടുതലും എനിക്ക് സപ്പോർട്ട് കിട്ടിയത് സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നാണ്. സോ ഇതിനും ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെന്താ, ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്, ഹാപ്പി. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാൻ കുറെ ബ്യൂട്ടിഫുൾ ലേഡീസിനെയാണ് കാണുന്നത്. ഞാൻ പ്രകാരയുടെ കുറെ സ്റ്റോറീസ് കണ്ടിരുന്നു ആൻഡ് സീരീസിൽ അതൊക്കെ കണ്ടപ്പോൾ ഐ മിസ്ഡ് മൈ കോളേജ് ഡേയ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇൻവൈറ്റിന്. ആൻഡ് സുമതി വളരെ ഒരു ഹൊറർ കോമഡി, അതിൽ ഐ ഗ്യാരണ്ടി യു ഹിറ്റിലും പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും. ഇവിടെ ആക്ച്വലി ആ മെയിൻ സ്റ്റാർസിന് അർജുൻ, ബാലു അവർക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആൻഡ് ഈവൻ യു ഹാവ് ഡാൻസ് റിയലി വെൽ. ആൻഡ് ഈവൻ യു ഹാവ് ഐ തിങ്ക് സോ. അപ്പൊ എല്ലാവരും എന്തായാലും നല്ലൊരു പടം ആണ് എന്ന് അറിയാം. നിങ്ങൾ എല്ലാവരും പോയി കാണില്ലേ? അപ്പോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും പോയി കാണാം. ആൻഡ് പ്ലീസ് സപ്പോർട്ട് ആ മൂവി. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് മൂവി. യു ആർ ഗോയിങ് ടു എൻജോയ് ഇറ്റ്. താങ്ക് യു. അതിന്റെ ഡയലോഗിന്റെ ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു? അല്ല, നിന്റെ പേരാ ചോദിച്ചേ? ജൂഡൻ. എന്റെ കൂട്ടുകാരൻ. നിങ്ങൾക്ക് പോയതില്ലല്ലോ. ഞാനെങ്ങനെ നിന്റെ പേരാ ചോദിച്ചേ? വിജയ്. ഇതെങ്ങനെ പിടിക്കണേ? സാധനം വിട്ടുപോയല്ലോ. കയ്യിൽ പോയി നമുക്ക് പിടിക്കാം. സോറി. ഏതാണ് ഇവന്മാരൊക്കെ എന്ന് വെക്കുമ്പോ ഇതെന്റെ കൂട്ടുകാരാണല്ലോ. ചോദിക്കുന്ന പേര് വിജയ്. ഏതാണ് ഇവന്മാരൊക്കെ? സത്യത്തിൽ അതിനകത്തൊരു ഡയലോഗ് മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ്. എനിവേ, താങ്ക് യു സർ. ഏതായാലും ഒരു സന്തോഷം തന്നെയാണ്. കാരണം സുമതി വളവ് ഇനിയിപ്പോ എന്നെ പ്രത്യേകിച്ച് വിളിക്കുന്നുണ്ടാ. അഭിലാഷേ, എന്നെ വിളിക്കണ്ട. ഈ കിട്ടുന്നതെന്ന് തോന്നുന്നു. സുമതി വളവ് ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇതിൽ ഈ മുത്ത് പണി ചെയ്തേക്കണമൊന്നുമല്ല എന്റെ മക്കളെ. അത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് ആ ഷൂട്ടിംഗ് കുറച്ച് ദിവസം കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു ഒന്നൊന്നര മുതലാണ്. എനിക്ക് ഞാൻ മാത്രമല്ല, എല്ലാവരും ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വരും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ. കൃഷ്ണൻ ഇതിനു മുന്നേ പരിചയമാണ്. അപ്പം നമ്മളുടെ വന്നിനി ഈ സുമതി വളവിന്റെ സിനിമ റിലീസാവുന്നുണ്ട്. അതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ വന്നത്. അപ്പൊ നിങ്ങെന്താ വേണ്ടത്?
സിനിമ കാണണം. റിലീസ് ആയ ഉടനെ ആദ്യത്തെ ദിവസം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. സിനിമ കാണണം. ഈ സിനിമ വിജയിച്ചതിന് ശേഷം നമ്മെല്ലാവരും ഇങ്ങോട്ട് വരും, വന്നിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ പറയും വേണം. അപ്പൊ എല്ലാവരും സുമതിയോളം കാണില്ലേ? ഓക്കെ, താങ്ക് യു.